ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ദാ എൻ്റെ പേര് സുബിന രാജീവ്, നമ്മൾ SR വ്ളോഗിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ കൂട്ടാക്കാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് കൂട്ടാക്കണം. പിന്നെന്താ, നമ്മൾ ഇടുന്ന വീഡിയോസിന് ചെറുതായിട്ടെങ്കിലും ഒരു കമൻറ്റൊക്കെ നിങ്ങൾ തരണം കേട്ടോ. ഇത് ഞാൻ ഒറ്റ വീഡിയോയിൽ ഞാനിങ്ങനെ ഇൻട്രോ പറയുമ്പോൾ പറയാറില്ല, പക്ഷെ എല്ലാവരും ഒന്ന് തരണം. പിന്നെ അതാ നമ്മൾ തമ്പനയിൽ എഴുതിപ്പോയ പോലെ തന്നെ നമ്മൾ പറയാൻ വളരെ വൈകിപ്പോയ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യണത്. വലിച്ചു നീട്ടി നമ്മൾ കാര്യങ്ങൾ പറയണില്ല, നേരെ നമ്മൾ വിഷയത്തിലേക്ക് വരാം. വലിയ വിഷയമൊന്നുമല്ല കേട്ടോ. ഇത് ഞാൻ എൻ്റെ ലൈവിൽ മാത്രമാണ് ഞാനൊരു സന്തോഷ വാർത്ത എന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ നമ്മുടെ ഈ ഒരു SR വ്ളോഗ് ഫാമിലിയിലെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ ഈ ഒരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കാൻ വൈകിപ്പോയി, വളരെ 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 വൈകിപ്പോയി. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പിന്നെന്താ, ഇനി എന്താ എൻ്റെ സന്തോഷ വാർത്ത എന്നുള്ളതല്ലേ. അപ്പോൾ എനിക്കിത് ഇപ്പോൾ 4000 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞ ഫാമിലിയിൽ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഇവരെല്ലാവരും കൂടി സഹായിച്ചിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് നമുക്ക് റവന്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നമ്മുടെ ലൈവ് നമ്മൾ ഡെയിലി ലൈവ് ഇടുന്നുണ്ട്. വീഡിയോസിനൊക്കെ മുടക്കാണ്, ഷോർട്ട് വീഡിയോസ് നമ്മൾ ചെയ്യാറില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ ഡെയിലി ലൈവ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ലൈവിലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് മാത്രമാണ്, ലൈവിലുള്ള ഫ്രണ്ട്സിനോട്, നമ്മുടെ റിലേറ്റീവ്സിനോട്, അതിലുള്ളതൊക്കെ എൻ്റെ റിലേറ്റീവ്സ് തന്നെയാണ് കേട്ടോ. അവരോടൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എൻ്റെ വീഡിയോയിൽ എനിക്ക് തുടക്കം മുതൽ ഇതുവരെ നിൽക്കുന്ന എൻ്റെ എന്താ പറയുക, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, അതുപോലെ തന്നെ അവരും ഞാൻ എൻ്റെ ഫാമിലി തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ തുടക്കം മുതൽ ഇതുവരെയ്ക്ക് എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരുണ്ട്. ഒരുപാട് നമുക്കിപ്പോൾ എത്രത്തോളം നമുക്ക് സബ് ഉണ്ടെങ്കിലും എത്രയൊക്കെ സബ് ഉണ്ടെങ്കിലും ആകെ കൂടെ നമുക്ക് അതിൽ കുറച്ച് പേരൊക്കെ വീഡിയോസ് കാണുള്ളൂ. കുറച്ച് ഏത് വലിയ ചാനൽ എടുത്ത് നോക്കിയാലും കുറച്ച് വീഡിയോസൊക്കെയാണ്, കുറച്ച് വ്യൂസാണ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ അതുപോലെ തന്നെ എനിക്കും ചാനലിൽ വീഡിയോ ഇട്ടാൽ നമുക്ക് ഏകദേശം ഒരു 100-150 പേരൊക്കെ ആവും കാണുന്നുണ്ടാവുക. എന്നാലും അത് തുടർച്ചയായിട്ട് കാണുന്ന വളരെ കുറച്ച് പേരുണ്ട്, നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന വളരെ കുറച്ച് പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരെ കൂടെയും ഞാനൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഇത് സബ് ചെയ്ത് വെച്ച എല്ലാവർക്കും നോട്ടിഫിക്കേഷനെങ്കിലും ചെല്ലുമെന്ന് എനിക്കറിയാമല്ലോ. അപ്പോൾ അതിലൂടെ എനിക്ക് കിട്ടിയ ഈ ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കുറേ മടി പിടിച്ചിട്ടും കുറേ പ്രശ്നങ്ങളിലൂടെ ഒക്കെ തന്നെയാണ് നമ്മൾ എല്ലാ യൂട്യൂബേഴ്സും യൂട്യൂബ് ചാനൽ കൊണ്ട് പോകുന്നുണ്ടാവുക. നമ്മളൊരു സന്തോഷത്തിനോ അല്ലെങ്കിൽ ഒരു നേരം പോക്കിനോ അതല്ലെങ്കിൽ ഒരു വരുമാനം കിട്ടുന്നതിന് വേണ്ടിയൊക്കെ തന്നെയാണ് എല്ലാ യൂട്യൂബേഴ്സും നമുക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ 2-3 യൂട്യൂബ് ചാനലുള്ള പോലെയാണ് ഇപ്പോഴത്തെ ആ ഒരു യൂട്യൂബിൻ്റെ ഒരു കിടപ്പ്. പക്ഷേ എന്നിരുന്നാലും എല്ലാവരും അതൊരു സന്തോഷത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നമുക്ക് എപ്പോഴെങ്കിലും എടുത്ത് കാണുമ്പോൾ അതിലൊരു സന്തോഷം അതൊക്കെ കിട്ടാൻ വേണ്ടി തന്നെയാണ് എല്ലാ യൂട്യൂബേഴ്സും അതിൽ അവരുടെ കഴിവിനനുസരിച്ച് വീഡിയോ ചെയ്യുന്നുണ്ടാവാം. പിന്നെ ഞാനും അതുപോലെ തന്നെ ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഞാനും ഇതുപോലെ ഒരു കുഞ്ഞൊരു യൂട്യൂബ് ചാനൽ, എനിക്ക് ഫോണില്ലാതെ ഇരുന്നിട്ട് പോലും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ നിന്നാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിലൂടെ കുറച്ച് ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ഒരു സ്റ്റോറിയാണ് കേട്ടോ പറയണത്. എന്നിട്ട് നമ്മൾ അതിലൂടെ നമുക്ക് ആദ്യമൊക്കെ എനിക്ക് 1K കടന്നു കിട്ടാനായിട്ട് എനിക്ക് ഒരു മാസം തികയുമ്പോഴേക്കും എനിക്ക് 1K നമുക്ക് കടന്നു കിട്ടി. ഒരു 1.5 മാസം കഴിയുമ്പോഴേക്കും ഞാൻ അന്നൊക്കെ സ്ഥിരമായി വീഡിയോ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിലൂടെ തന്നെ എനിക്ക് മോണിറ്റൈസേഷനായി കിട്ടി. അങ്ങനെയൊക്കെയാണ് എൻ്റെ യൂട്യൂബിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ ആയതിന് ശേഷം നമുക്കിത് ചില്ലറ പ്രശ്നങ്ങളൊക്കെ വന്നു. യൂട്യൂബിൽ വീഡിയോ ഇടാനായിട്ട് എനിക്ക് ഇഷ്ടക്കുറവ് തോന്നി. അങ്ങനെ നമ്മൾ വീഡിയോ ഇടാതെ വന്നിരുന്ന് പിന്നീട് നമുക്കിതുപോലെ എന്താ പറയുക, ഒരു ആഗ്രഹം തോന്നിയിട്ട് തന്നെയാണ് നമ്മൾ ലൈവ് ചെയ്തത്. എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻറ്റ് വന്നു. അതിന് ശേഷം നമ്മളിങ്ങനെ ഡെയിലി 2 മാസത്തോളം വീട്ടിൽ ഇരിപ്പായ ഒരവസ്ഥ വന്നപ്പോൾ ഞങ്ങൾക്ക് തന്നെ പരസ്പരം ഒരു മടുപ്പ് തോന്നി. അതിലൂടെയാണ് നമ്മൾ ഈ യൂട്യൂബ് ലൈവിലേക്ക് നമ്മൾ വന്നത് കേട്ടോ. ലൈവിൽ വന്നതിന് ശേഷം എനിക്ക് റവന്യൂ കൂടാനായിട്ട് സഹായിച്ചിട്ടുള്ളത് എനിക്ക് സൂപ്പർ ചാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഘടകം തന്നെയാണ്. മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു സംഭവം, സൂപ്പർ സ്റ്റിക്കർ, ഇതൊക്കെ എനിക്ക് എൻ്റെ ലൈവിലൂടെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എനിക്ക് അവരാൽ കഴിയുന്ന ആ ഒരു തുച്ഛമായ ആ ഒരു സംഖ്യകൾ, അതെനിക്ക് തുച്ഛമായത് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു തുക തന്നെയാണ് കേട്ടോ. സ്ഥിരമായി എനിക്ക് ചെയ്തു തരുന്ന എൻ്റെ ചേട്ടന്മാരുണ്ട്. അപ്പോൾ അവരെ എൻ്റെ അനിയൻകുട്ടന്മാരുണ്ട്. അവരൊന്നും ഒരിക്കലും ഞാൻ മറക്കില്ല. ഒരാളുടെ പേരും ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. കാരണം ഞാൻ ഈ യൂട്യൂബിൻ്റെ എനിക്കിത് സൂപ്പർ ചാറ്റ് ശരിയായിട്ടൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ പിന്നെ എനിക്ക് അങ്ങനെ എല്ലാവരും എനിക്ക് അങ്ങനെ യൂട്യൂബിൽ എനിക്ക് സൂപ്പർ ചാറ്റ് ഡെയിലി അത് അവർക്ക് 20 രൂപയാണ് 19 രൂപയാണ് സാധിക്കുന്നതെങ്കിൽ അവരെനിക്ക് ഡെയിലി അങ്ങനെ ചെയ്തു തരുന്ന കുറച്ച് പേര് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെയാണ് എന്നെ ഇത്രത്തോളം അല്ലെങ്കിൽ യൂട്യൂബിൽ നമുക്കൊരു ഏണിങ്സിലേക്ക് എത്തിച്ചു തന്നത് അവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് പറയാതിരിക്കാനായിട്ട് എനിക്ക് നിവൃത്തിയില്ല. പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ നന്ദിയില്ലാത്ത ഒരു കൂട്ടത്തിലായിപ്പോവും. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ വീഡിയോ ഇടുന്നതിനേക്കാളും വീഡിയോ നമ്മൾ ചെയ്യണുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെ വീഡിയോ ഇടുന്ന കൂട്ടത്തിലല്ല. ഷോർട്സും ഞാൻ ആദ്യമൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. പിന്നെയാണ് നമുക്കൊരു മടുപ്പ് തോന്നിയിട്ട് ഞാനത് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പോഴൊക്കെയാണ് ഞാൻ പിന്നെയെങ്കിലും ഒന്ന് ആഴ്ചയിൽ ഒരു വീഡിയോ അങ്ങനെയൊക്കെ ഞാൻ ഇപ്പോഴാണ് ഇട്ട് തുടങ്ങിയത്. അത് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു നല്ലൊരു വിഷമം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മളെ സഹായിച്ചിട്ടുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഇനി ചെയ്യുന്ന യൂട്യൂബേഴ്സിനും ഞാനൊക്കെ എന്താ പറയുക, എനിക്ക് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1.5-2 വർഷത്തോളം ആയി കഴിഞ്ഞിട്ടുണ്ട്. മോണിറ്റൈസേഷനൊക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെ ഞാനവിടെ വെറുതെ ഇട്ട ഒരു ചാനലായിരുന്നു, ഇതൊന്നും ചെയ്യാതെ. പിന്നീട് ലൈവ് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ചാനൽ ഒന്നും കൂടെ ഒന്ന് പുരോഗമിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിലൂടെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഏണിങ്സിലെത്താൻ, ഈ ഒരു വരുമാനം നമുക്ക് കെട്ടാനായിട്ട് കാരണം ഈ ഒരു സൂപ്പർ സ്റ്റിക്കറും മെമ്പർഷിപ്പും അതുപോലെ തന്നെ സൂപ്പർ ചാറ്റിലൂടെ ഒക്കെ തന്നെയാണ് എന്നുള്ളത് ഞാൻ പുതിയ യൂട്യൂബേഴ്സിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു കാര്യം കൂടെ അതിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളൊക്കെ ലൈവ് ചെയ്യുമ്പോൾ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് അതുപോലെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയത് കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് നമുക്ക് ലൈവ് ഇടാനായിട്ട് നമുക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴൊന്നും അങ്ങനെയല്ല. ഇപ്പോൾ ഏകദേശം 50 സബ്ബൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാ യൂട്യൂബേഴ്സിനും ഇപ്പോൾ എളുപ്പമാണ്. ഏകദേശം ഒരു ലൈവ് ഇടാനായിട്ട് ഇപ്പം അവർക്ക് 50 സബ്ബ് മാക്സിമം തികച്ചാൽ മതി. പക്ഷേ ഞങ്ങളൊക്കെ യൂട്യൂബ് ചെയ്തിരുന്ന ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഇതുപോലെ 1000 സബ്ബ് വേണമായിരുന്നു. അതുപോലെ തന്നെ 4000 വാച്ച് അവേഴ്സും കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ലൈവ് ഇട്ട് തുടങ്ങിയത്. എൻ്റെ ഫസ്റ്റ് ലൈവ് പോയി നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഞാൻ കുറേ മുന്നേ തന്നെ ലൈവ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അതിന് ശേഷമാണ് നമ്മുടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. നമുക്ക് ഇത് ഇപ്പോൾ അഭിനന്ദു ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ചെയ്യുന്ന റിനു എന്ന് പറയുന്ന വ്യക്തി, അവർക്ക് നമുക്ക് ശേഷമാണ് അവരൊക്കെ ഇത് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ എനിക്ക് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരാളുടെ അടുത്ത് എനിക്ക് കടപ്പാട് പറയാനുള്ളത് ആകെ കൂടെ നമുക്ക് ആ റിനു അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ അഭിനന്ദു ഫാമിലിയിലെ ആ ഒരു യൂട്യൂബറോട് എനിക്കൊരു കടപ്പാട് പറയാനുണ്ട്. കാരണം ഞാൻ ചില നേരങ്ങളിലൊക്കെ ഞാൻ മടി പിടിച്ചിരിക്കുമ്പോൾ അവർ എന്നെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അവൾ ചില ദിവസം എന്നെ ഫോൺ ചെയ്തിട്ട് എന്നെ നന്നായിട്ട് അവൾ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ചില നേരങ്ങളിലൊക്കെ. പക്ഷേ എനിക്കത് നന്നായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി അതെനിക്ക് എടുത്ത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഞാനൊരിക്കലും നന്ദികേട് പറയുന്ന ഒരു വ്യക്തിയല്ല, ഞാനൊട്ടും പറയൂല. കാരണം എന്നെ സഹായിച്ച് നിന്ന് എന്നെ ചെയ്തിട്ടുള്ള ആ ഒരു വ്യക്തികൾ ആരാണെന്നുണ്ടെങ്കിൽ അടുത്ത് പറയാനും എനിക്കൊരു മടിയില്ല. കാരണം എൻ്റെ ഫാമിലി, അതായത് എൻ്റെ രാജുവേട്ടൻ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്താ പറയുക, എൻ്റെ കൂടെ നിന്ന് അതിന് രാജുവേട്ടനോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നുണ്ട്. ഞാനൊരു ആഗ്രഹം പറയുമ്പോൾ എനിക്കത് പെട്ടെന്ന് സഹായിച്ചു തരുന്നത് രാജുവേട്ടനാണ്. ആ യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചതിലൂടെയാണ് എനിക്ക് നിങ്ങളിലേക്കൊക്കെ എത്താനായിട്ട് എനിക്ക് പറ്റിയത്. ഒരുപാടൊന്നും നമ്മൾ ഉയർത്തല്ല. ഞാനിപ്പോഴും ഏറ്റവും എന്താ പറയുക, ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു ആൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്നെ സഹായിച്ചത് എൻ്റെ ഫാമിലിയാണ്, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ഭർത്താവാണ് എന്നൊന്നും പറയാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല. കാരണം ആൾ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നു, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യാനും എനിക്ക് ധൈര്യം തരുന്നുണ്ട് എന്നതിലുപരി എന്താ പറയുക, എൻ്റെ കൂടെ നിൽക്കുന്ന ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിനു അനീഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, അവരത് എനിക്ക് തന്ന ആ ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ വീഡിയോ നിർത്തരുത്, അല്ലെങ്കിൽ നീ ചെയ്യ്, ഉറങ്ങല്ലേ എന്നുള്ളത് പറഞ്ഞു തരുന്നതിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള മോട്ടിവേഷൻ തുടങ്ങി എനിക്ക് ഈ ചാനൽ മോണിറ്റൈസേഷനായി. എനിക്ക് മോണിറ്റൈസേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, A to Z കാര്യങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഞങ്ങൾക്ക് 2 ചാനലുണ്ട്. 2 ചാനലും ഒന്ന് എനിക്കൊരു സ്റ്റിച്ചിങ് ചാനലുണ്ട്, മൈ സ്റ്റിച്ചിങ് ഹോം എന്നുള്ള പേരിൽ. അപ്പോൾ ആ ഒരു ചാനലിലാണ് എനിക്ക് ഫസ്റ്റ് റവന്യൂ എനിക്ക് കിട്ടിയിട്ട് ഏകദേശം 2 വർഷം മുമ്പ് തന്നെ ഞാൻ ആ ചാനലിൽ നിന്ന് എനിക്ക് റവന്യൂ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് മുതലേ എൻ്റെ മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കൽ, എല്ലാ കാര്യങ്ങളും, അതായത് ഈ മോണിറ്റൈസേഷൻ സംബന്ധമായിട്ട് റവന്യൂ കിട്ടുന്നവർക്കുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് യൂട്യൂബിൽ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യുന്നത് ആൽഫിൻ എന്ന് പേരുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അവന് ഞാൻ പറഞ്ഞാൽ തീരാത്തത്ര നന്ദി പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ഫസ്റ്റ് ചാനൽ മൈ സ്റ്റിച്ചിങ് ഹോം അത് തുടങ്ങി തന്നത് ഇതേപോലെ തന്നെ അതിൽ എഡിറ്റിങ്ങും കാര്യങ്ങളും എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് അപ്പു എന്ന് പേരുള്ള ആ ഒരു കുട്ടിയാണ്.
കൂട്ടുകാരാണ്. അപ്പോൾ അവന് ഞാൻ പ്രത്യേകം മഹേഷ് മാധവ് എന്നാണ് അവൻ്റെ ശരിക്കുള്ള പേര്, അവനാണ്. അപ്പോൾ അവനും ഞാൻ ഇതിൽ നന്ദി പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം അവ അത്രയും നമ്മളതിനെ എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ആദ്യം അവനാണ് എനിക്ക് വീഡിയോയിലേക്ക് എനിക്ക് ചെയ്ത് തന്നിരുന്നത്. സ്റ്റിച്ചിങ് ചാനലിൽ അവനാണ്. പിന്നെ അതിലൂടെയാണ് ഞാൻ എഡിറ്റിങ് ഒരു സമയത്ത് അവനത് സാധിക്കാതെ വന്നപ്പോൾ എനിക്ക് രാജുവേട്ടനാണ് ബാക്കിയുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നത്. അപ്പോൾ അതിലൂടെ രാജുവേട്ടനും എൻ്റെ കൂടെ നിന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഒരാൾ കാണാതെ എനിക്ക് എന്തായാലും ഇതിൽ ഒരു ചില്ലി പൈസ പോലും നമുക്കിതിൽ വരുമാനം കയറില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന നിങ്ങൾ തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത്, അല്ലേ? അല്ലാന്ന് ഒരിക്കലും നമ്മൾ പറയാനായിട്ട് പാടില്ല. അതല്ല അതിൻ്റെ ശരി. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എൻ്റെ കൂടെ അതൊരു 10 പേരാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിലും നമുക്ക് അത്രയും വാച്ച് അവർ കയറുമ്പോൾ ആ വീഡിയോ കണ്ട് സഹായിച്ചിട്ടുള്ള നിങ്ങൾ തന്നെയാണ് എനിക്ക് ഏറ്റവും എൻ്റെ കൂടെ നിന്നിട്ടുള്ളത്. ഒരു ഷോർട്ട് വീഡിയോ കാണുമ്പോൾ അതിലൊരു കമൻറ്റ് ഇടുമ്പോൾ അതിലൊരു ലൈക്ക് അടിച്ച നിങ്ങൾ തന്നെയാണ് എന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്, അതുപോലെ സബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി ലൈവിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ലൈവിൽ വന്നതിലൂടെ തന്നെയാണ് എനിക്ക് ഡോളർ കയറാനായിട്ട് എനിക്ക് സഹായിച്ചിട്ടുള്ളത്. അത് ചെയ്ത് തന്നിട്ടുള്ള ആ സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ്, അതുപോലെ തന്നെ അത് എടുത്ത് തന്നെ ഡെയിലി അതൊരു 20 രൂപയ്ക്കാണെങ്കിൽ പോലും ഇന്നലെ മാത്രമാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ സൂപ്പർ ചാറ്റ് എനിക്ക് കിട്ടാതിരുന്നിട്ടുള്ളൂ. അത് 20 രൂപയാണെങ്കിൽ ആ കിട്ടാത്തതിൽ എനിക്ക് വിഷമമല്ല കേട്ടോ പറയണത്. ഇത്രയും നാളും എനിക്ക് ഇന്നലെ മാത്രമാണ് എനിക്കത് 1 രൂപ പോലും എനിക്ക് കിട്ടാതിരുന്നത്. അത് കിട്ടാത്തതിന് പറഞ്ഞതല്ല, പക്ഷേ ഇതുവരയ്ക്കും എന്നെ ഡെയിലി എനിക്ക് ഒരു 20 രൂപയെങ്കിലും എനിക്ക് കിട്ടാതിരിക്കില്ല. അങ്ങനെ ചെയ്ത് തന്നിട്ടുള്ള എൻ്റെ ലൈവിലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും, എൻ്റെ ലൈവിലെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഞാൻ നന്ദി പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ലൈവ് കണ്ട് സഹകരിച്ച് പിണങ്ങി എത്ര പിണങ്ങിയാലും അവരെന്നെ വിട്ടു പോവാത്ത എൻ്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയാനുള്ളത്. അപ്പോൾ അവരോട് ഞാൻ വലിയ തീർത്താൽ തീരാത്ത വലിയ കടപ്പാട് ഞാൻ അറിയിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ എന്താ പറയുക, യൂട്യൂബിൽ വീഡിയോസ് അത് കുറച്ച് ഞാൻ വല്ലപ്പോഴും ഇടണമെങ്കിൽ കാണുന്ന സ്ഥിരം ചില ചേച്ചിമാരുണ്ട്. ഒരു ഓമന ചേച്ചിയുണ്ട്. അപ്പോൾ അവരെയൊന്നും ഞാൻ മറക്കില്ല. ഓമന ചേച്ചിനെ ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് കാണുന്നില്ല. ചേച്ചി ഓമന രാജൻ എന്നാണ് പേര്. ചേച്ചി ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കമൻറ്റ് ഇടണം കേട്ടോ. ചേച്ചി കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യാനായിട്ട് മറക്കരുത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചേച്ചീനെ കാണുന്നില്ല. മറ്റൊരു ഞാൻ ഡെയിലി വീഡിയോ ചെയ്യുമ്പോൾ ചേച്ചി കൃത്യമായി വീഡിയോ കണ്ടിട്ട് അതിനൊരു അഭിപ്രായം പറയുന്ന ചേച്ചിയാണ്. ചേച്ചിനെ ഞാൻ മറന്നിട്ടല്ല. ഓമന രാജൻ എന്നാണ് ആ ചേച്ചിയുടെ പേര്. കാണുകയാണെങ്കിൽ എനിക്കൊരു കമൻറ്റ് എനിക്ക് ഇട്ട് വെക്കണം കേട്ടോ, മറക്കാതെ. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ യൂട്യൂബിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇനിയും തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുക സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് നിങ്ങളെല്ലാവരും നമ്മളിനി മടി എന്നുള്ളത് എനിക്കിപ്പോൾ നന്നായിട്ട് മടി കൂടുന്നുണ്ട്. പിന്നെ വിചാരിച്ചാൽ നമുക്കെല്ലാവർക്കും നമ്മളുടെ മനസ്സ് തന്നെയാണ് നമുക്ക് കൂടെ വേണ്ടത്. നമ്മുടെ മനസ്സ് ശരിയാക്കി നമ്മൾ തന്നെ വിചാരിച്ച് വീഡിയോ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും പിന്നോട്ട് പോകേണ്ടതില്ല. നമുക്ക് മുന്നോട്ട് തന്നെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ തന്നെ വിചാരിച്ചിട്ട് തന്നെയാണെങ്കിൽ തന്നെ നമുക്ക് വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. നല്ല കണ്ടൻറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ നല്ല ബുദ്ധിയിൽ തെളിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ക്ലിയർ ആയിരുന്നാൽ തന്നെയാണ് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എന്താ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത്? ഇനി എന്താ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ഒരാളോടും ഞാൻ അങ്ങനെ അഹങ്കരിക്കുന്ന കൂട്ടത്തിലല്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ക്യാഷൊന്നും നമ്മൾ കയ്യിലെടുത്ത് നമ്മളിതിൽ കാണിക്കുന്നില്ല. എത്ര ക്യാഷാണ് കിട്ടിയെന്നുള്ളത് നമ്മൾ പറയുന്നില്ല. എന്നാലും നമുക്ക് യൂട്യൂബിൽ നിന്ന് വലിയ മോശമല്ലാത്തതും എന്നാൽ ഒട്ടും കുറവല്ലാത്തതുമായിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. എനിക്കതൊരു ചില്ലി പൈസയാണെങ്കിൽ പോലും എനിക്കതെല്ലാം വലിയ എമൗണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെന്നെ സഹായിച്ചത് നിങ്ങളെല്ലാവരും കൂടി തന്നെയാണ്. പിന്നെ ഇനി പറയേണ്ടത്, നമ്മളൊരിക്കലും ഒരു അഹങ്കാരം നമ്മൾ കാണിക്കില്ല. അഹങ്കരിക്കാൻ ഞാനൊരാളല്ല. കാരണം എന്നേക്കാൾ വലിയ യൂട്യൂബ് ചാനലിൽ കാണുമ്പോൾ എൻ്റെ ചാനൽ ഇതൊന്നുമല്ല. പിന്നെ എനിക്ക് യൂട്യൂബേഴ്സിനോട് പറയാനുള്ളത്, കുറേ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കി വെച്ചിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പ്ലേ ബട്ടൺസ് കിട്ടാനായിട്ട് നമ്മളെന്നെ സഹായിക്കും. ഡയമണ്ട്, സിൽവർ, അങ്ങനെ പ്ലേ ബട്ടൺ കിട്ടാനായിട്ട് നമുക്ക് സഹായിക്കും. പക്ഷേ നമുക്കൊരു ചെറിയൊരു ചാനലിന് ആകെക്കൂടെ നമുക്ക് യൂട്യൂബ് പറയുന്ന ഒരു ക്രൈറ്റീരിയ 1000 സബ്സ്ക്രൈബേഴ്സ്, 4000 വാച്ചവേഴ്സ് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കും. പക്ഷേ നിങ്ങളിടുന്ന വീഡിയോ അത് എൻ്റെ വീഡിയോസ് അത്ര നല്ലതൊന്നുമല്ല. അതാണ് കേട്ടോ ഞാൻ അതൊന്നും എടുത്ത് പറയാത്തത്. പക്ഷേ നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ വീഡിയോ ചെയ്യുന്നതിലൂടെ, ലൈവ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല മാറ്റം നിങ്ങളുടെ ചാനലിന് വരും.
അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവരും മുന്നോട്ട് പോവുക. ഞാനൊരു അഹങ്കാരം പറയുന്ന ഒരാളല്ല, ഒരിക്കലും അത് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല. എനിക്ക് ഒരാളെ തോൽപ്പിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഒരിക്കലും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. തോറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ തോറ്റു എന്നുള്ളത് സംബന്ധിച്ച് പിന്മാറുന്ന ഒരാളാണ്. പിന്നെ എനിക്ക് ഒരാളെ വെട്ടി നിരത്തി മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് ഒരിക്കലും ഒരു ആഗ്രഹമില്ല. പക്ഷെ അത് വിചാരിച്ചിട്ട് സൂപ്പർ ചാറ്റ് കിട്ടിയിട്ട് അങ്ങനെ മുന്നോട്ട് പോകല. എനിക്ക് പറ്റാവുന്ന രീതിയിൽ എൻ്റെ മനസ്സ് ശാന്തമാകുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന വീഡിയോയിലൂടെ കണ്ട് ആൾക്കാർ അത് കാണണം എന്നുള്ളത് മാത്രം തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി വീഡിയോ ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും നന്നായിട്ട് ഉത്സാഹിച്ച് വീഡിയോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ നിന്ന് ഒരു ഏണിങ്സ്, നിങ്ങൾക്ക് അതിനൊരു വരുമാനം നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും സാധിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ സന്തോഷത്തോടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എൻ്റെ ഒരു ചെറിയൊരു സന്തോഷം നിങ്ങൾക്കായിട്ട് ഞാൻ അറിയിച്ചിട്ടുണ്ട്. നിങ്ങളോടൊന്ന് നേരത്തെ പറയാൻ വൈകിപ്പോയതിന് ഞാൻ ക്ഷമയും ചോദിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. നാളത്തെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ ബൈ.